അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റയാനും ഷിഫയും അതെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലേക്ക് പോയതൊന്നും അൻഷിഫ് സാർ അറിയുന്നില്ല. അതെ, അൻഷിഫ് സാറിനെ ക്രൂരമായി അയാൾ പീഡിപ്പിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ല, എനിക്ക് കഴിയുന്നില്ല, എനിക്ക് ആരോടൊന്നും പറയാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും അത് എന്നെ എന്തൊക്കെയോ ഇഞ്ചക്ട് ചെയ്ത് അയാൾ കൊല്ലാകൊല ചെയ്യുകയാണ്. എന്നാൽ ഇതാ പെട്ടെന്ന് റയാൻ സാറ് അതിന് പ്രതിരോധ മരുന്ന് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ അൻഷിഫ് അല്പം നേരത്തെ ഉണർന്നിട്ടുണ്ട്. അല്ലാ, ഞാൻ എവിടെയാണ് റബ്ബേ? എനിക്ക് പഠിച്ചോനെ, എൻ്റെ ഈ സ്ഥിതി എന്താ ഇങ്ങനെ? എനിക്ക് കാര്യമായിട്ട് കുഴപ്പം എന്താണുള്ളത് എനിക്കറിയുന്നില്ല. ഏത് സമയം ഉറങ്ങുക, അതെ വളരെയധികം വേദനയേറിയ ഇഞ്ചക്ഷൻ കയറ്റുക, ഇത് മാത്രമാണല്ലോ ഇപ്പോൾ എൻ്റെ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്ത് മെഡിസിനാണ് എന്ന് പോലും കാണിച്ചു തരുന്നില്ല. സിനാൻ ദുഷ്ടനാണ്, അതെനിക്ക് നന്നായിട്ടറിയാം. അവൻ്റെ കപടമുഖം ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. പഠിച്ചോനെ, എന്തിനായിരുന്നു എന്നെ പരീക്ഷിച്ചത്? ഇനി എനിക്ക് കഴിയില്ല. അതെ, എൻ്റെ ബുഷിയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്നെ സമ്മതിക്കില്ലല്ലോ അവളെൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോയത് എന്തിനാ? എനിക്ക് ഇഷ്ടമായിരുന്നു അവളെ. എൻ്റെ പൊന്നും മോളാണ്. പടച്ച റബ്ബ് എനിക്ക് കഴിവുകൾ നൽകിയിരിക്കുന്നു. അള്ളാഹു എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, എല്ലാം നൽകിയിരിക്കുന്നു. എന്നിട്ടും റബ്ബേ, എന്താ ഇങ്ങനെ? എൻ്റെ കുട്ടിക്ക് എന്ത് സംഭവിച്ചത്? പഠിച്ചോനെ, എനിക്ക് അവളെ വേണം, എനിക്കെൻ്റെ പെണ്ണിനെ വേണം, എനിക്കെൻ്റെ പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ. എനിക്ക് പടച്ച റബ്ബ് ഒരു പക്ഷേ വിധി തന്നില്ലെങ്കിലോ? ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കുമോ? എനിക്കറിയുന്നില്ല. പടച്ച റബ്ബിൻ്റെ വിധി അങ്ങനെയാണെങ്കിൽ പഠിച്ചോനെ, ഇനി എന്തായിരിക്കും? എന്നൊരിക്കലും സിനാൻ ഇവിടെ നിന്ന് മോചിപ്പിക്കില്ല. അൻഷിഫിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവൻ കണ്ണീരോടെ അതോർത്തു. പാവം, ഞാൻ ആ ഷാമിലിനെ എന്തിൻ്റെ പേരിലായിരുന്നു തെറ്റിദ്ധരിച്ചത്? അവനെ ഞാൻ പലതും ചീത്ത പറഞ്ഞു തെറ്റിദ്ധരിച്ചു. ഇനി എൻ്റെ കൺമുമ്പിൽ വന്നു പോകരുതെന്ന് പറഞ്ഞു. പക്ഷേ അവൻ ബുഷിയെ രക്ഷിക്കാനായിരുന്നു വന്നതെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. അതെനിക്കറിഞ്ഞില്ല, ഞാനത് അറിഞ്ഞില്ല. എന്നോടാരും പറഞ്ഞതുമില്ല. അവൻ പലതവണ അത് പറയാൻ ശ്രമിച്ചപ്പോഴും ബുഷി പറയാൻ ശ്രമിച്ചപ്പോഴും എനിക്കവരെ സംശയമായിരുന്നു. എനിക്ക് വളരെയധികം സംശയാസ്പദമായ രീതിയിലായിരുന്നു ഞാൻ അവരെ കണ്ടിരുന്നത്. ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലാകുന്നത്. ഷാമിൽ മോനെ, എന്നോട് ക്ഷമിക്ക് എന്നൊരു മെസ്സേജ് ഞാൻ ഇട്ടിരുന്നു. പിന്നെ ഷാമിൽ അത് അറിഞ്ഞിട്ടുണ്ടോ എന്തോ അറിയുന്നില്ല. എനിക്ക് അവനോട് ചില കാര്യങ്ങൾ പറയണം. എനിക്കൊന്ന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ. അവൻ ഒരു നിമിഷം അവനെക്കുറിച്ച് ഓർത്തു അൻഷിഫ് സാറ്. എന്നാൽ പെട്ടെന്ന് ഒരു സിസ്റ്റർ അങ്ങോട്ട് വന്നു. അതെ, സാറിൻ്റെ ഉണർച്ച കണ്ടിട്ട് വന്നതായിരിക്കും. സാർ എന്താ? അത് എൻ്റെ ഫോൺ ഫോൺ കൊടുക്കരുതെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് സിനാൻ സാറ്. ഞാൻ ഏതായാലും മരിക്കാൻ നിൽക്കണം. മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട്. അതൊന്ന് നിനക്ക് സാധിപ്പിച്ചു തരാൻ കഴിയുമെങ്കിൽ നല്ല ഉപകാരമായിരുന്നു. അതല്ല, നിനക്ക് അതിന് കഴിയില്ല എന്നെങ്കിൽ സാരല്ല. എന്നാൽ ആ സാറിൻ്റെ വാക്ക് കേട്ട് ഒരു നിമിഷം അവളൊന്ന് ഞെട്ടി. പഠിച്ചോനെ, ഇനിയിപ്പോൾ മരണപ്പെട്ടെങ്ങാനും പോയി കഴിഞ്ഞാൽ അതൊരു ഖേദമായി തീരുമോ? ഒന്നുമില്ല, ഇവിടുത്തെ സീനിയർ ഡോക്ടറാണ് ഈ പറയുന്നത്. ഈ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ ചെയ്യുക? മറ്റേ ആൾ അതിനേക്കാളും പേടി. അയാൾ ഭയങ്കര നോട്ടമാണ്. ശരിക്കും അവൾക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവളതാ പുറത്തേക്ക് പോയി. എന്നാൽ അതാ നമ്മുടെ അൻഷിഫ് ഐസിയുവിൻ്റെ തണുത്ത മുറി. പൾസ് മോണിറ്ററിൻ്റെ ക്രമമില്ലാത്ത ബീപ്പ് ബീപ്പ് ശബ്ദം മാത്രം അവിടെ മുഴങ്ങി കേട്ടു. ഓക്സിജൻ മാസ്കിനുള്ളിലൂടെ അൻഷിഫ് ഡോക്ടർ തൻ്റെ കണ്ണുകളെ വീണ്ടും സാവകാശം തുറന്നു. ശരീരത്തിനുടനീളം കടുത്ത വേദന ഉണ്ടായിരുന്നു. എന്താണ് എൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നതെന്നൊന്നും അറിയുന്നില്ല. എന്നാൽ ആ കഠിനമായ ശരീരവേദനയേക്കാൾ 1000 മടങ്ങ് തീ കോരിയിടുന്ന വേദനയായിരുന്നു അവൻ്റെ മനസ്സിൽ. അത് തൻ്റെ ബുഷി. അയാൾക്കപ്പോൾ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്കു ചുറ്റുമുള്ള ആ യന്ത്രകഷ്ണങ്ങളെല്ലാം മാറ്റിവെച്ച് മനസ്സിനുള്ളിലെ കനൽ എരിഞ്ഞു തീരുന്നവരെ ഷാമിലിനോടൊന്ന് പൊട്ടിത്തെറിച്ച് സംസാരിക്കണം. തനിക്ക് പറ്റിപ്പോയ തെറ്റുകൾക്ക് അവൻ്റെ കാൽക്ക് വീണ് മാപ്പപേക്ഷിക്കണം. ഐസിയുവിൻ്റെ മേൽക്കൂരയിലേക്ക് കണ്ണു നട്ടിരിക്കുമ്പോൾ അൻഷിഫിൻ്റെ മനസ്സിലേക്ക് പഴയ സംഭവങ്ങൾ ഒന്നൊന്നായി കടന്നു വന്നു. ഒരു കാലത്ത് തൻ്റെ സ്വന്തം ചോരയേക്കാൾ താൻ വിശ്വസിച്ച ആളായിരുന്നു സിനാൻ പറയുന്നതൊക്കെ അക്ഷരം പ്രതി വിശ്വസിച്ച് അന്ധമായ സ്നേഹത്തോടെയാണ് അൻഷിഫ് നടന്നത്. എന്നാൽ ആ സിനാൻ ഒരു വമ്പൻ ചതിയനായിരുന്നു എന്ന് തിരിച്ചറിയാൻ അവൻ വളരെ വൈകിപ്പോയി. അൻഷിഫിൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ച സിനാൻ
ഷാമിലിനെതിരെ കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കുകയായിരുന്നു. ഷാമിലിന്റെ നിഷ്കളങ്കതയെ സ്വാർത്ഥതയായി ചിത്രീകരിച്ചു. ഒടുവിൽ സിനാന്റെ വാക്കുകൾ കേട്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തന്റെ ബുഷിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം നിലകൊണ്ട ഷാമിലിനെ ക്രൂരമായി ആക്ഷേപിച്ച് അത് ഞാൻ ഇറക്കി വിടുകയായിരുന്നു. പഠിച്ചോനെ, എന്തൊരു വിഡ്ഢിയായിരുന്നു ഞാൻ. എന്നെ സ്നേഹിച്ചവനെയും എന്നെ വഞ്ചിച്ചവനെയും വേർതിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അത്രക്കും വഞ്ചനകൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടും എനിക്ക് മനസ്സിലായില്ല. അതെ, കുത്തിവെക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ബുഷിയെ കൊണ്ടുപോകുവാൻ വേണ്ടി അവൻ ധൃതി കൂട്ടിയത്. പാവം ബുഷി അറിയാതെ അവളെ കൊണ്ടുപോകുവാൻ ശ്രമിച്ചത്. എല്ലാം ഒരുവനുണ്ട് പടച്ചറബ് ബുഷിയുടെ പാവം ബുഷിയെ ചതിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അവന് കുത്തിവെക്കുക എന്ന് പറഞ്ഞിട്ട് അവളെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ അങ്ങ് കയറി മേയാനായിരുന്നു അവൻ്റെ പ്ലാനിങ്, അല്ലാതെ വേറൊന്നുമല്ലായിരുന്നു. എന്നാൽ ഭാഗ്യം, പടച്ചറബാണ് ആ ഒരു ആക്സിഡൻറ്റിലൂടെ എന്നെ രക്ഷിച്ചത്. പക്ഷെ എനിക്ക് ഇവിടുന്ന് മോചനം ലഭിക്കുന്നില്ല എന്ന് മാത്രം. കാരണം എനിക്കെൻ്റെ ശക്തി തിരിച്ചു കിട്ടിയത്, അതെ, എനിക്ക് എല്ലാത്തിനുമുള്ള ശക്തി പടച്ചറബ് തന്നത്, കഴിവ് തന്നത് ആ ഒരു ആക്സിഡൻറ്റ് വഴിയാണ്. ഒരു നിമിഷം അവൻ ബുഷിയെക്കുറിച്ച് ഓർത്തു. ബുഷി, ഒന്ന് വാ പെണ്ണേ, എൻ്റെ പൊന്നും മോളെ എനിക്കൊന്ന് കെട്ടിപ്പുടരണം. എനിക്ക് അത്രക്കും ആഗ്രഹമുണ്ട് ബുഷി, നിന്നെ ഒന്ന് കാണാൻ. ഇതുവരെയും തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ക്രമേണ കൂടിക്കൂടി വരുന്നത് പോലെയാണ് അവന് തോന്നിയത്. അപകടം നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് സിനാൻ്റെയൊക്കെ യഥാർത്ഥ മുഖം അൻഷിഫിന് മുന്നിൽ അഴിഞ്ഞു വീണത്. അവൻ വിശ്വസിച്ചവരെയെല്ലാം തകർക്കാനും അൻഷിഫിൻ്റെ ജീവിതം നശിപ്പിക്കുവാനും സിനാൻ നടത്തിയ കെണികൾ ഒന്നായിട്ട് തെളിഞ്ഞു വന്നു. അതിനേക്കാൾ അൻഷിഫിന് നെഞ്ച് തകർത്തത് മറ്റൊരു സത്യമായിരുന്നു. താൻ തെരുവിലിറക്കി വിട്ടിട്ടും ഷാമിൽ തന്നെ വെറുത്തിരുന്നില്ല. അൻഷിഫ് അറിയാതെ അവൻ്റെ നന്മക്കും സുരക്ഷയ്ക്കും വേണ്ടി റിയൽ ഹീറോയെ പോലെ പുറകിൽ നിന്ന് പ്രവർത്തിച്ചത് ഷാമിൽ മാത്രമായിരുന്നു. അതെ, തനിക്ക് വേണ്ടി എപ്പോഴും അവനായിരുന്നു മുൻപന്തിയിൽ. താൻ നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിച്ച ഒരേ ഒരു വ്യക്തി അത് ഷാമിലായിരുന്നു. ഓക്സിജൻ മാസ്കിന്റെ കണ്ണാടിയിൽ അൻഷിഫിന്റെ കണ്ണുനീർ തുള്ളികൾ വീണ് അത് മങ്ങിത്തുടങ്ങി. അവൻ്റെ ചുണ്ടുകൾ വിറച്ചു. ഷാമിൽ, എന്നോട് ക്ഷമിക്കടാ, എനിക്ക് തെറ്റിപ്പോയി. എൻ്റെ കൺമുന്നിൽ സത്യമുണ്ടായിട്ടും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലടാ. ICUവിൽ കിടന്നുകൊണ്ട് അൻഷിഫ് ഡോക്ടർ വിങ്ങി കരഞ്ഞു. ഒരു ഡോക്ടർ എന്ന നിലയിൽ എത്രയോ മനുഷ്യരുടെ വേദന മാറ്റിയ കരം ഇന്ന് സ്വന്തം തെറ്റുകൾ ഓർത്ത് തളരുകയാണ്. എന്നാൽ ആ സിസ്റ്റർ ഒന്ന് മാറി നിന്നു. മറ്റൊരു സിസ്റ്റർ പകരം വെച്ച് അവൾ അപ്പുറത്തേക്ക് പോയി. അതെ, ഒന്ന് ഇവിടെ നിൽക്കുമോ? എന്നെ സിനാൻ സാർ ഏൽപ്പിച്ചതാണ്. ഓക്കെ, അവിടെ അൻഷിഫ് സാറല്ലേ? അൻഷിഫ് സാറ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ടല്ലേ? ആണെന്ന് തോന്നുന്നു. അങ്ങനെ ആ സിസ്റ്റർ പതുക്കെ അകത്തേക്ക് കയറി നോക്കി. ICUവിൻ്റെ പുറത്ത് കടുത്ത ജാഗ്രതയിലായിരുന്നു സിനാൻ്റെ ആളായ ആ സിസ്റ്റർ. അൻഷിഫ് ഒരു കാരണവശാലും ഫോൺ കൈമാറരുതെന്നും പുറത്തുള്ള ആരുമായി ബന്ധപ്പെടാൻ അനുവദിക്കരുതെന്നും സിനാൻ്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ അവിചാരിതമായി അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ സിസ്റ്റർ അത്യാവശ്യമായി പുറത്തേക്ക് പോയി. പകരം താൽക്കാലികമായി ഡ്യൂട്ടി ഏറ്റെടുത്ത് പുതിയതായി വന്ന പാവത്താനും കരുണയുള്ളവളുമായ സിസ്റ്ററായിരുന്നു. സിനാന്റെ ക്രൂരമായ നിർദ്ദേശങ്ങളെക്കുറിച്ച് അവൾക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷെ സിനാൻ അല്ലായിരുന്നു അവളെ നിർത്തിയത്. സിനാൻ നിർത്തിയത് മറ്റേ ആളെയാണ്. പക്ഷെ മറ്റുള്ളെന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയതാണ്. സാവധാനം ICUവിൻ്റെ കതക് തുറന്ന് അവൾ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കട്ടിലിൽ കിടക്കുന്ന അൻഷിഫിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ ആ സിസ്റ്ററുടെ ഉള്ളലിഞ്ഞു. മോണിറ്ററിന്റെ പൾസ് കൂടിക്കൂടി വരുന്നു. ഓക്സിജൻ മാസ്കിനുള്ളിലൂടെ അൻഷിഫിൻ്റെ കവിളുകളിലേക്ക് കണ്ണീർ തുള്ളികൾ ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. അവൾ അരികിലേക്ക് നടന്നു ചെന്ന് ആർദ്രമായി ചോദിച്ചു, സാർ എങ്ങനെയുണ്ട് സാർ? എന്തു പറ്റി സാർ? ഇത്രമാത്രം എന്തിപ്പോൾ ഇങ്ങനെ കരയുന്നത്? സാർ എത്ര ദിവസമായി? ഞാൻ സാറിന് അപകടം പറ്റിയതായിട്ട് അറിഞ്ഞു. പക്ഷേ സാർ ഇപ്പോഴാണ് എന്നോട് അവൾ പറഞ്ഞപ്പോൾ ഞാൻ നിന്നതാണ്. അൻഷിഫിന് സംസാരിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. അവൻ തൻ്റെ വിറക്കുന്ന വിരലുകൾ കൊണ്ട് ബെഡിൻ്റെ സൈഡ് ടേബിളിലേക്ക് വിരൽ ചൂണ്ടി. സിസ്റ്റർ, എന്ത് സാർ? സാറിന് ഉമ്മയെ കാണണമെന്നാണോ അതോ വൈഫിനെയോ? എന്ത് സാറിന് ഫോണാണ് വേണ്ടത്? അൻഷിഫ് യാചനയോടെ തലയാട്ടി. അയ്യോ സാർ, വിഷമിക്കരുത്. ഇതാ ഞാൻ എൻ്റെ ഫോൺ വേണമെങ്കിൽ തരാം. ഇതിൽ നിന്ന് വിളിക്കണോ? അൻഷിഫ് സാവധാനം അടുത്ത് കിടന്ന് അവൻ്റെ സ്വന്തം ഡ്രോയറിലേക്ക് കൈ ചൂണ്ടി. സിസ്റ്റർ പറഞ്ഞു, ഓ സാറിൻ്റെ ഫോൺ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതാണോ? പിടിച്ചോളൂ സർ. സിനാന്റെ വിലക്കുകളെ അറിയാത്ത ആ പാവം സിസ്റ്റർ അൻഷിഫിന് സ്വന്തം ഫോൺ എടുത്ത് അവൻ്റെ വിറക്കുന്ന കൈകളിലേക്ക് വെച്ചു കൊടുത്തു.
ഫോൺ കയ്യിൽ കിട്ടിയതും അൻഷിഫിന്റെ നെഞ്ച് പടപട ഇടിച്ചു. അവൻ സമയം ഒട്ടും കളഞ്ഞില്ല. മറ്റാരുടെയും നമ്പറല്ല അവൻ ഡയൽ ചെയ്തത്. താൻ ക്രൂരമായി ഇറക്കിവിട്ട് തൻ്റെ നന്മ മാത്രം ആഗ്രഹിച്ച ആ പഴയ സുഹൃത്തിൻ്റെ നമ്പർ. അതെ, ഷാമിൽ. ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഓരോ റിങ്ങും അൻഷിഫിൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടി. ഒരു പക്ഷേ അതെ, ഒരു ഗൾഫ് കോൾ പോലെയാണ് തോന്നുന്നത്. ഷാമിലിൻ്റെ കോൾ എടുത്തില്ലെങ്കിലോ? തന്നോടുള്ള ദേഷ്യം കാരണം അവൻ കട്ട് ചെയ്ത് കളഞ്ഞാലോ? അൻഷിഫ് മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഇത് മൂന്നാമത്തെ റിങ്ങിൽ അപ്പുറത്ത് ഷാമിൽ ഫോണിന്റെ ബെല്ലടി കേൾക്കുന്നു. ഉമ്മുൽ ഖൈറിന്റെ അനിയത്തിയുടെ വീടിന്റെ ഉമ്മറത്ത് വരാന്തയിൽ ഇരിക്കുകയായിരുന്നു ഷാമിൽ. വിശാലമായ ഗാർഡന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം, സമാധാനം. ഫോണിന്റെ വൈബ്രേഷൻ 2 പ്രാവശ്യം വന്നു. ആരായിരിക്കും എന്നറിയുവാൻ വേണ്ടിയിട്ട് അതാ ഷാമിൽ അത് നോക്കിയപ്പോൾ, സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ ഡിസ്പ്ലേയിൽ പേര് തെളിഞ്ഞു കണ്ടതും ഷാമിലിന്റെ കൈകൾ വിറച്ചു. നെഞ്ചിൽ വലിയൊരു ഇടിച്ചിലുണ്ടായി. ഡോക്ടർ അൻഷിഫ്. അവൻ കസേരയിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. ആശ്വാസത്തോടെയും ഭയത്തോടെയും അവൻ ആ ഫോണിലേക്ക് നോക്കിയിരുന്നു. ഷാമിൽ സ്വയം വിറച്ചൊന്ന് പ്രാർത്ഥിച്ചു. പഠിച്ചോനെ, അൻഷിഫ് സാർ, അല്ലാ, അയാൾ എന്നെ എന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്തിനാ ഇപ്പോൾ? റബ്ബേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല റബ്ബേ. അതൊക്കെ അന്ന് ആ സിനാൻ്റെ വാക്ക് കേട്ട് എന്നെ ഇറക്കി വിട്ടതോടെ കഴിഞ്ഞില്ലേ അല്ലാ. ഇനിയിപ്പോൾ എന്തായിരിക്കും? എൻ്റെ തലയിൽ എന്തെങ്കിലും കെട്ടിച്ചമച്ച് പഠിച്ചോനെ, എനിക്കറിയുന്നില്ല. എനിക്കറിയില്ല റബ്ബേ. പഴയ ആക്ഷേപങ്ങളും അപമാനങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോൾ ഷാമിലിൻ്റെ ഉള്ളിൽ തെല്ലൊന്നുമല്ല ഭയം പടർന്നത്. ഇല്ലാത്ത കുറ്റം ചുമത്തി വീണ്ടും തനിക്കെതിരെ വല്ല കണിയുമായാണോ എന്നോർത്ത് അവൾ ഭയന്നു. 2 ദിവസമായി ഷാമിലും ഉമ്മുൽ ഖൈറുമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ഇനി പോകുവാൻ ഇനി 2 ദിവസമേ ഉള്ളൂ. അടുത്ത 2 ദിവസത്തിനുള്ളിൽ അവർ അവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനിരിക്കുകയായിരുന്നു. പക്ഷെ ആ 2 ദിവസം കൊണ്ട് ഷാമിലിൻ്റെ മനസ്സിൽ അതാ സഫ വലിയൊരു കൂട് കെട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഉമ്മുൽ ഖൈറിൻ്റെ അനിയത്തിയുടെ മകളായ സഫ ഷാമിലിൻ്റെ ഓരോ ചലനങ്ങളും നിശബ്ദമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഉമ്മുൽ ഖൈർ ഷാമിലിനെ കുറിച്ച് അഭിമാനത്തോടെ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴാണ് സഫയുടെ ഉള്ളിൽ അവനോടുള്ള ഇഷ്ടം വളർന്നത്. എന്നാൽ അതിനിടയിലാണ് ഇതാ നമ്മുടെ അൻഷിഫ് സാറ് വിളിക്കുന്നത്. മുറ്റത്ത് വിറക്കുന്ന കൈകളോടെ ഫോൺ ചെവിയോട് ചേർത്ത് വെച്ച് ഷാമിൽ നിന്നു. അപ്പുറത്ത് ആശ്വാസത്തിൻ്റെ ഒരു നെടുവീർപ്പ് കേട്ടു. ഷാമിൽ ഒരു നിമിഷം, ഹലോ, അസ്സലാമു അലൈക്കും. അൻഷിഫ് സാർ ഓക്സിജൻ മാസ്കിനുള്ളിലൂടെ തളർന്ന ശബ്ദത്തിൽ, വലൈക്കും അസ്സലാം, കൈഫാലക്, എങ്ങനെയുണ്ട് മോനെ? സെയിൻ, അൽഹംദുലില്ലാ. സാർ, സാറിന് സുഖാണോ? ഫോണിലൂടെ അൻഷിഫിൻ്റെ ദീർഘനിശ്വാസം വീണ്ടും ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ഒരു ശബ്ദം കേൾക്കുന്നത്. സംഭാഷണം മുന്നോട്ട് പോകുന്നോറും അൻഷിഫിൻ്റെ ശബ്ദത്തിലെ വിറയൽ കൂടിക്കൂടി വന്നു. ഷാമിൽ മോനെ, എന്നോട് ക്ഷമിക്കണം മോനെ. ഈ വലിയ തെറ്റിന് എന്നോട് ക്ഷമിക്കണം. എന്താ സാർ? സാർ എന്തൊക്കെയാണ് പറയുന്നത്? അതിന് സാർ എന്നോട് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ സാർ. സാർ എന്നോട് മാപ്പ് പറയാൻ എന്തു പറ്റി സാറിന്? അൻഷിഫ്, ഇല്ല മോനെ, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഒരു വലിയ അപകടത്തിൽപ്പെട്ട് ICUവിൽ കിടക്കുകയാണ്. നീ കണ്ടതല്ലേ? ഷാമിൽ, ഓ, ഇപ്പോഴും ഹോസ്പിറ്റലിലാണോ? ഇത്രയും ദിവസമായിട്ട് സാറ് പുറത്തിറങ്ങിയില്ലേ? ഡിസ്ചാർജ് ആയില്ലേ? അത്രക്ക് വലിയ പരിക്കാണോ സാർ സാറിന് സംഭവിച്ചത്? അൻഷിഫ് മോനെ, അതൊക്കെ പറയാം. എല്ലാം പടച്ച റബ്ബിൻ്റെ വിധിയായിരിക്കും. പക്ഷേ എനിക്ക് നിന്റെ കാൽ പിടിച്ചെന്ന് മാപ്പ് പറയണം മോനെ. നിന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് കരയണം. എനിക്ക് അത്രക്കും പശ്ചാത്താപമുണ്ട് മോനെ. ഷാമിലിന് വാക്കുകൾ കിട്ടാതെയായി. താൻ പിതാവിനെ പോലെയും ജ്യേഷ്ഠനെ പോലെയും കണ്ട ആ ഒരു മനുഷ്യൻ ഇന്ന് തന്നോട് മാപ്പ് ചോദിക്കുകയാണ്. ഷാമിൽ, എൻ്റെ പൊന്നു സാറേ, ഇങ്ങനെയൊന്നും പറയല്ല സാറേ. മോനെ, ഇനി സാറൊന്നും വിളിക്കരുത്. നിന്റെ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ നിന്റെ ഉപ്പയുടെ സ്ഥാനത്ത് കണ്ടാലും മതി. വേറൊന്നും വേണ്ടട്ടോ മോനെ, എന്നോട് ക്ഷമിക്കണം. നെഞ്ചു തകർന്ന ആ വാർത്ത അൻഷിഫ് അല്പസമയം ശ്വാസമെടുക്കുവാൻ കഷ്ടപ്പെട്ടു. പിന്നീട് അവൻ ആ ക്രൂരമായ സത്യം വെളിപ്പെടുത്തി. മോനെ, നമ്മളെ ബുഷി, അവൾ വലിയൊരു ചതിയിൽപ്പെടാൻ പോവുകയാടാ. ആ പേര് കേട്ടതും ഷാമിലിൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. അവൻ ഫോൺ കൂടുതൽ ചേർത്ത് പിടിച്ചു. ബുഷിയോ? എന്തു പറ്റി സാറേ? അൻഷിഫ് കണ്ണീരോടെ, സിനാൻ ഒരു കപടനും വഞ്ചകനുമാണ് മോനെ. നമ്മളെ 2 പേരെയും തമ്മിൽ തെറ്റിച്ചത് അവനാണ്. നമ്മുടെ ബുഷിയെ ചതിക്കാനാണ് അവൻ തുടക്കം മുതലേ പദ്ധതിയിട്ടത്. ഇപ്പോൾ അവളെ നിക്കാഹ് കഴിക്കാൻ നിൽക്കുകയാണത്രേ. ആ സിനാൻ
അവളുടെ ജീവിതം നശിപ്പിക്കാൻ അവൻ പൂർണ്ണമായി പ്ലാൻ ചെയ്തു കഴിഞ്ഞു. ആ വാക്കുകൾ കേട്ടതും ഷാമിലിന്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീഴാൻ പോയി. അവന്റെ തലച്ചോറിലൂടെ മിന്നൽ പിണർ പാഞ്ഞുപോയി. നെഞ്ചിൽ 1000 വാളുകൾ ഒരേ സമയം തുളച്ചു കയറുന്ന പോലെ തോന്നി. ഷാമിൽ മനസ്സിൽ അലറിക്കരയുന്നു. റബ്ബേ, ഞാൻ എന്തീ കേൾക്കുന്നത്? എൻ്റെ ബുഷി, അവൻ ആ ചതിയൻ്റെ കയ്യിൽ ചെന്ന് ചാടാൻ പോവുകയാണെന്നോ? അല്ലാ, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ റബ്ബേ. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിറങ്ങി. അത് സഫിയും ഉമ്മയും വരാന്തയിൽ നിന്ന് അവൻ്റെ മാറ്റം ഭയത്തോടെ നോക്കിക്കണ്ടു. മറുവശത്ത് ICUവിൻ്റെ കിടക്കയിൽ കിടന്ന് അൻഷിഫ് യാചിക്കുകയാണ്. അൻഷിഫ്, ഷാമിൽ, നീ വേണം അവളെ രക്ഷിക്കാൻ. അൻഷിഫ് സാറിൻ്റെ വാക്ക് കേട്ട് ഷാമിൽ ഒരു നിമിഷം പകച്ചുപോയി. അത് ഒരു കാലത്ത് ആട്ടിപ്പായിച്ച എന്നെ കൊണ്ട് ഇപ്പോൾ അവളെ രക്ഷിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. റബ്ബേ, ഒരു നിമിഷം അവൻ ഓർത്തു, ഇത് സത്യമായിരിക്കും. ഡോക്ടർമാർ വരെ ചതിയന്മാരുണ്ട്. പഠിച്ചോനെ, നീ കാക്ക്. എന്നാൽ അൻഷിഫ് വീണ്ടും വിതുമ്പി കരയുകയാണ്. ബുഷിയെ രക്ഷിക്കണം. ബുഷി അവനക്ക് വിട്ടുകൊടുക്കരുത്. എൻ്റെ അപേക്ഷയാണ്, പ്ലീസ്. ഞാൻ മോനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. എന്നോട് ക്ഷമിക്കണം മോനെ, പ്ലീസ്. ഞാൻ അറിവില്ലായ്മ കൊണ്ടായിരുന്നു. ഇപ്പോഴാണെല്ലാം. സർ, എന്താണ് അവൻ? അതെ, അവൻ പറഞ്ഞു ഒരിക്കലും നിനക്കില്ല, എൻ്റെ പെണ്ണാണ്, ഞാൻ അവളെ നിക്കാഹ് കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യാൻ എനിക്കറിയുന്നില്ല. പാവൻ്റെ കുട്ടിക്ക് ഒരിക്കൽ പോലും ഇഷ്ടമുണ്ടാവില്ല. ഡൈവേഴ്സ് നോട്ടീസിലൊക്കെ ഒപ്പിടിപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. റബ്ബേ, നീ കാക്ക്. എൻ്റെ ബുഷിയെ നീ കാത്തു രക്ഷിക്ക്. ശരിക്കും ബുഷി തനിക്ക് നഷ്ടപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ അതാ ഇനിയൊരിക്കലും എനിക്ക് അവളെ കിട്ടില്ല എന്നറിഞ്ഞ അൻഷിഫ് ഉറച്ച തീരുമാനമായിരുന്നു എടുത്തത്. അവസാനമായി അതെ, താൻ മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ്. പലതരം മെഡിസിൻസ് എൻ്റെ ശരീരത്തിൽ പരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഒരു പക്ഷേ എനിക്ക് ഈ ലോകത്ത് ഇനി ജീവിക്കാൻ താല്പര്യമില്ല, കഴിയില്ല എങ്കിൽ അതെ, ബുഷിയുടെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. ബുഷിയെ സുരക്ഷിതമായൊരു കൈകളിൽ ഏൽപ്പിക്കണം. അതായിരുന്നു അൻഷിഫ് സാറിൻ്റെ ചിന്തകൾ. എന്തായിരിക്കും ആ ചിന്ത? അൻഷിഫ് സാറ് എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.